പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. വളരെ വേഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വേദഭാഗം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ശത്രു മോഷ്ടിച്ചത്? പ്രൈസ് ദി ലോർഡ്. ശത്രു മോഷ്ടിച്ചത് നമ്മുടെ സമാധാനമാണ്, നമ്മുടെ സന്തോഷമാണ്. എന്താണ് പ്രൈസ് ദി ലോർഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അറുപ്പാൻ അല്ലെങ്കിൽ കൊല്ലുവാൻ? പ്രൈസ് ദി ലോർഡ്. എന്താണ് ശത്രു ആ മേഖലയിൽ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ടുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. അത് ശത്രുവായവൻ എന്ത് ചെയ്തു? മുറിക്കാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവൻ ഡിസ്ട്രോയ് ചെയ്തത് അല്ലെങ്കിൽ മുടിപ്പാൻ വന്നത്? പ്രൈസ് ദി ലോർഡ്. എന്നേക്കും നമുക്ക് ലഭിക്കേണ്ട നിത്യതയാണ് അവൻ തകർത്ത് കളയുവാൻ ശ്രമിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. വളരെ വേഗത്തിൽ കട്ട് ഷോർട്ടായിട്ട് പറയുകയാണ്. നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, പ്രൈസ് ദി ലോർഡ്, ദൈവവുമായിട്ടുള്ള ബന്ധം, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ലഭിക്കേണ്ട നിത്യത, ഇതെല്ലാം ശത്രുവായവൻ എന്ത് ചെയ്തു? തകർക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് വന്നത്? ജീവൻ തരുവാൻ, സമൃദ്ധിയായിട്ടുള്ള ജീവൻ തരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജീവൻ എങ്ങനെയാണ് കർത്താവ് തന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ജീവൻ തന്നത്? യേശു കർത്താവ് സ്വർഗത്തിൻ്റെ മഹിമയെ വിട്ട് ലോകത്തിലേക്ക് കടന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് യാഗമായ കർത്താവില് നമ്മൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഹല്ലേലൂയ. വിശ്വസിച്ചപ്പോൾ സംഭവിച്ചത് ആത്മരക്ഷ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചു? ആത്മരക്ഷ, പാപത്തിൻ്റെ ക്ഷമ നമുക്ക് ലഭിക്കുവാൻ ഇടവന്നു. അതിലൂടെ ഒരു വലിയ പ്രത്യാശ, നിത്യജീവന്റെ ആ പ്രത്യാശ അല്ലെങ്കിൽ നിത്യതയുടെ പ്രത്യാശ, നിത്യജീവനില്ല നമ്മൾ ആയിരിക്കുന്ന നിത്യതയുടെ പ്രത്യാശ ദൈവം നമുക്ക് നൽകുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവിൽ വിശ്വസിച്ച് നമുക്ക് എന്ത് ലഭിച്ചു? ജീവൻ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആര് ക്രിസ്തുവിൽ വിശ്വസിച്ചുവോ അവർക്ക് ആ ജീവൻ നൽകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ നഷ്ടപ്പെട്ട സമാധാനം, ഒരിക്കൽ നഷ്ടപ്പെട്ട സന്തോഷം, ഒരിക്കൽ നഷ്ടപ്പെട്ട ആത്മബന്ധം, ഒരിക്കൽ നഷ്ടപ്പെട്ട പ്രത്യാശ, ഇതെല്ലാം ഈ വിശ്വാസത്തിലൂടെ നമുക്ക് മടക്കി ലഭിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഈ ജീവനെ കുറിച്ച് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കേവലം ഒരു ജീവൻ മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു, അത് നമുക്ക് ജീവനുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കേവലം ഒരു ജീവൻ മാത്രമല്ല, ഇത് സമൃദ്ധമായ ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സമൃദ്ധമായ ജീവൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് അതൊരു വലിയ വിടുതലിന് കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ വന്നൊരു വാർത്തയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു സഹോദരി, ഒരു ഫിഷാടകയായ സഹോദരിയാണ്. ആ സഹോദരി ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഫിഷ് ചോദിച്ച് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ഒരു സഹോദരി. അനേക വർഷങ്ങൾ ആ പള്ളിയിൽ പോയവർക്കെല്ലാം അറിയാം, ഈ മാതാവ് അവിടെ തന്നെ ഇരിക്കും, എല്ലാവരോടും ഫിഷ് ചോദിക്കും, അങ്ങനെ ജീവിക്കുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മാധവനെ കാണുന്നില്ല. പിന്നീട് ഒരു വാർത്ത വരികയാണ് മലയാള മനോരമയിൽ. അവർ താമസിച്ച ആ കുടിലിനകത്ത് അവർ മരിച്ചു കിടക്കുകയാണ്, അവരുടെ ശരീരത്തിലെല്ലാം ഉറുമ്പൊക്കെ അരിച്ചു കിടക്കുകയാണ്. അപ്പോൾ അവിടെ പോലീസും ഒക്കെ കടന്നു എന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇവരുടെ വീട്ടിൽ അനേക ചാക്കുകെട്ടുകൾ ഇരിപ്പുണ്ട്. ഈ ചാക്കുകെട്ടുകളിലെല്ലാം 10 രൂപയുടെ 20 രൂപയുടെ ഒക്കെ മുഷിഞ്ഞ നോട്ടുകൾ ഇങ്ങനെ അടുക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവർ മരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആഹാരം കഴിക്കാനില്ലാതെയാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് അതിന്
അതിൽ നിന്ന് ഒരു ആത്മീയ ആശയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസലോ, സമൃദ്ധമായി ജീവിക്കാനുള്ളത് അവരുടെ വീടിനകത്തിരിക്കുമ്പോൾ പ്രൈസലോ അതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ബുദ്ധിക്ക് എന്തോ സംഭവിച്ചു കാണും. പ്രൈസലോ അവർ ആഹാരം മറ്റുള്ളവർ കൊടുക്കുന്നത് ഭക്ഷിച്ചാ ജീവിച്ചിരുന്നത്. എന്നാൽ പുറത്തിറങ്ങി അത് സംഭരിക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിനകത്ത് ഇത്രയും രൂപ കെട്ടിവെച്ചിട്ട് പ്രൈസലോ അവർ ഭക്ഷണം കഴിക്കാതെ ഉറും ഭരിച്ച് അവരില്ലാതെയാകുവാൻ നീട്ട വന്നു. പ്രൈസലോ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് സമൃദ്ധമായ ഒരു ജീവൻ. പ്രൈസലോ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മളെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ജീവൻ നമ്മളിൽ പകരപ്പെട്ടിരിക്കുമ്പോൾ പ്രൈസലോ അതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ വിടുതൽ എന്താണെന്ന് മനസ്സിലാക്കുക നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ചിന്തയിൽ നിന്ന് താഴെയാ ജീവിക്കുന്നത് എന്ന് വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും കൂടെ ഞാൻ മനസ്സിലാകുവാൻ വേണ്ടി പറയാം. പ്രൈസലോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ ഇവിടെയുണ്ട്. പ്രൈസലോ ഇന്നലെയും ഞാൻ സണ്ണിച്ചാനും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ സണ്ണിച്ചാൻ ഡോക്ടറുടെ കാര്യം പറയുക. രാവിലെ 8 മണിക്ക് ഡോക്ടർ വരുന്നു. പ്രൈസലോ രോഗികളെ നോക്കുന്നു, ഇടയ്ക്ക് പോകുന്നു, സർജറി ചെയ്യുന്നു, വീണ്ടും മടങ്ങി വരുന്നു. വൈകിട്ട് 8 മണി വരെ ഈ ഡോക്ടർ ഭയങ്കര ആക്റ്റീവാണ്. ഡോക്ടർ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഡോക്ടറുടെ മുഖത്ത് നമ്മൾ നോക്കി, ഞാനും പോയിട്ടുണ്ട്. പ്രൈസലോ മമ്മിയും കൊണ്ടൊക്കെ പോയപ്പോൾ ഈ ടോക്കൺ എടുത്ത് നമ്മളവിടെ ഇരിക്കുക. ടോക്കൺ എടുത്തിരിക്കുമ്പോൾ നമ്മുടെ ടോക്കൺ അടുത്ത് വരുമ്പോഴായിരിക്കും ഡോക്ടർ സർജറിക്ക് ഓടുന്നത്. വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേന് ഒരു സമയമാവും. എന്നാൽ നമ്മൾ അവിടെ ഇരുന്ന് അത്ര ചുമ്മാ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് സമയം പോയല്ലോ എന്നോർത്ത് നമ്മളങ്ങ് ക്ഷീണിക്കുകയാണ്. പ്രൈസലോ എന്നാൽ ഈ ഡോക്ടർക്ക് ഒരു ക്ഷീണവും ഇല്ല. ഡോക്ടർ എന്ത് ചെയ്യുക? ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. പ്രൈസലോ അതേ ഹോസ്പിറ്റലിൻ്റെ പ്രൈസലോ ക്രിട്ടിക്കൽ ICUയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളെ കാണാൻ പറ്റും. പ്രൈസലോ നമ്മൾ ചോദിക്കുക ഇവർക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുണ്ട്? ജീവനുണ്ട്. പ്രൈസലോ ജീവൻ ഉണ്ടെങ്കിൽ ഇവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഇല്ല. പ്രൈസലോ ഇവർക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇവർക്ക് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രൈസലോ എന്നാൽ ഈ ഡോക്ടർ അതേ ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യുക? ഓടി നടക്കുകയാണ്. പ്രൈസലോ താൻ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. പ്രൈസലോ ദൈവമക്കൾക്ക് മനസ്സിലായോ ഈ രണ്ട് ജീവന് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് ജീവൻ എന്ന് പറയാ, രണ്ട് സമൃദ്ധമായ ജീവൻ എന്ന് പറയാ. പ്രൈസലോ അപ്പൊ സമൃദ്ധമായ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ ഐഡലായിട്ട് ഇങ്ങനെ ഇരിക്കത്തില്ല. പ്രൈസലോ സമൃദ്ധമായ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിലകൊള്ളുവാൻ ഇടവരും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ശക്തമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസലോ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? പ്രൈസലോ അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായം 24-25 വേദഭാഗങ്ങൾ. 17-24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇല്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ എല്ലാവർക്കും എന്ത് നൽകുന്നുണ്ട്? ജീവന് ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഒരു വാക്യം കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 17:3. പ്രൈസലോ യോഹന്നാന്റെ സുവിശേഷം 17:3. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പ്രൈസലോ അപ്പം വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? ജീവനുണ്ട്. ആ ജീവന്റെ പ്രത്യേകത എന്താണ്? ആ ജീവൻ സമൃദ്ധമായ ജീവനാണ്. ആ സമൃദ്ധമായ ജീവൻ നമ്മളിലേക്ക് ത്വരിതപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രൈസലോ മനസ്സിലാക്കുക. വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? ജീവനുണ്ട്. ആ ജീവൻ സമൃദ്ധമായ ജീവനാണ്. ആ സമൃദ്ധമായ ജീവനിലേക്ക് നമ്മളെ ത്വരിതപ്പെടുത്തുന്നത് എന്താണ്? നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ ഇനി നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ, എവിടെയൊക്കെയാണ് സമൃദ്ധമായ ജീവൻ വെളിപ്പെടുന്നത്? പ്രൈസലോ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് കടന്നു പോകുക. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 11-ാമത്തെ വേദഭാഗം. യോഹന്നാന്റെ സുവിശേഷം 15:11. പ്രൈസലോ എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്റെ സന്തോഷം എന്ത് ചെയ്യണം? നിങ്ങളിലിരിക്കണം.
നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് പൗലോസ് പറയുന്നത് എപ്പോഴും സന്തോഷിക്കാൻ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എപ്പോഴും സന്തോഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക, എപ്പോഴും സന്തോഷിക്കണം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ഒരു ദൈവ പൈതല് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചാൽ നിശ്ചയമായിട്ടും ആ സന്തോഷം അവരുടെ ഹൃദയത്തിനകത്ത് നിറയുവാനിടവരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും, എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമോ? ജീവിതത്തിനകത്ത് കഷ്ടതകള്, പ്രയാസങ്ങള്, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടിയില്ല. ഇതിന്റെ നടുവിൽ സന്തോഷിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? വളരെ വേഗത്തിൽ ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രൈസ് ദി ലോർഡ് 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം അതിന്റെ 5-6 വേദഭാഗങ്ങളിലേക്ക്. ഞങ്ങൾ മക്കദോന്യയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്തെ യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾ മക്കദോനിയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കഷ്ടമല്ല, എല്ലാ വിധത്തിലും എന്ത് ചെയ്യുകയാ? കഷ്ടത അനുഭവിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങൾ എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ വിധത്തിലും കഷ്ടത സഹിക്കുകയാ. പുറത്ത് യുദ്ധം, അകത്ത് കഷ്ടത. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആശ്വാസം പൗലോസ് തൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ചറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറയും എപ്പോഴും സന്തോഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പറയും എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ വചനം പറയുക, എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അകത്തും പുറത്തുമൊക്കെ ഒരുപോലെ കഷ്ടത വന്നാലോ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ വിശദീകരിച്ച് പറയേണ്ടത്, എന്നാൽ ഓടിച്ചോടിച്ച് പറയുക. നമ്മൾ ചിന്തിക്കും പൗലോസ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. പൗലോസിനൊക്കെ ഇത് പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവ മക്കളെ കുറിച്ച് വചനം എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അറിയിക്കുന്നു, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. മതി. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ആരെക്കുറിച്ച് പറയുന്നത്? മക്കദോനിയിലെ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ അവസ്ഥ എന്താണ്? കഷ്ടത എന്ന കഠിന ശോധനയിൽ അവരായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കഷ്ടതയുടെ കഠിന ശോധനയിലേക്ക് പോയവരാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്ന കഷ്ടത എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടതയുടെ കഠിന ശോധന എന്ന് പറയുന്നതും കഷ്ടത എന്ന് പറയുന്നത് രണ്ടാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഷ്ടതകളൊക്കെ എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് നിങ്ങൾ അതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കഠിനമായിട്ടുള്ള ശോധനയിലേക്ക് പോകുന്ന വ്യക്തികളെ വെച്ച് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാട്ടെ. എന്തെങ്കിലും കഷ്ടത നമ്മൾ സഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി കഷ്ടത സഹിക്കുന്നുണ്ടെന്ന് തന്നെ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും. പ്രൈസ് ദി ലോർഡ്. അവരുടെ അവസ്ഥ എന്താ? കഷ്ടതയുടെ കാഠിന്യമാ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് മഹാദാരിദ്ര്യമാ. പ്രൈസ് ദി ലോർഡ്. മഹാദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആഹാരം വീട്ടിൽ വെക്കാൻ
പറ്റാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? പ്രൈസലോ. ആമേൻ. ആഹാരം ഒരാഴ്ചയായിട്ട് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? പ്രൈസലോ. ആമേൻ. പ്രൈസലോ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത്, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്ത്, ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത്, വിവാഹത്തിന് മുമ്പൊക്കെ ഒരാഴ്ചയൊക്കെ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ട്. പ്രൈസലോ. അത് കൈ പൈസ ഇല്ലെഞ്ഞിട്ടല്ല. ആമേൻ. പുറത്തു നിന്നാണ് സാധനങ്ങളെല്ലാം വരേണ്ടത്. 7 നദികൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം അകത്തേക്ക് വരത്തില്ല. അപ്പോൾ 7 ദിവസമൊക്കെ ആഹാരം കഴിക്കാതെ ജീവിച്ച സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രൈസലോ. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ആശയം, മഹാദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ആരും പോയിട്ടില്ല. എന്നാൽ ഇവര് കഷ്ടതയുടെ കാഠിന്യത്തിലും മഹാദാരിദ്ര്യത്തിലും നടുവിലും അതിയായിട്ട് ദൈവത്തിന്റെ സന്നിധി സന്തോഷിച്ചുകൊണ്ട്, പ്രൈസലോ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ധാരാളം ഔദാര്യം കാണിക്കുവാൻ, പ്രൈസലോ, ആമേൻ, അവർക്ക് കാരണമായി തീർന്നു. പ്രൈസലോ. ആമേൻ. ദൈവമക്കളെ, ആമേൻ, സമ്പൽ സമൃദ്ധി ഉണ്ടെങ്കിൽ നമുക്ക്, ആമേൻ, ഔദാര്യം കാണിക്കാൻ പറ്റും. പ്രൈസലോ. എന്നാൽ മഹാദാരിദ്ര്യത്തിന്റെ നടുവിലിരിക്കുമ്പോൾ, ആമേൻ, പ്രൈസലോ, ഔദാര്യം കാണിക്കുവാൻ, ആമേൻ, ഇവർക്ക് കഴിഞ്ഞുവെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുകയാ. പ്രൈസലോ. എങ്ങനെയാ ഇത് സാധിച്ചെന്നറിയാമോ? 1-ാമത്തെ വാക്യം, സഹോദരന്മാരെ, മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പ്രൈസലോ. ഈ മഹാകഷ്ടതയുടെ നടുവിലും മഹാദാരിദ്ര്യത്തിന്റെ നടുവിലും അവരനുഭവിച്ച ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലിരിക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവിന് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിച്ച നമ്മളോട് ഓരോരുത്തരോടും വചനത്തിന് പറയുവാനുള്ളത്, ഇത് സമൃദ്ധമായ ജീവന. ഹല്ലേലൂയ. എവിടെ നമ്മൾ ബുദ്ധിമുട്ടുന്നുവോ, ഞരങ്ങുന്നുവോ, പ്രൈസലോ, ഏതു മേഖലകളിൽ നമ്മൾ ശൂന്യമായിട്ടിരിക്കുന്നുവോ, അവിടെ കൃപ പകർന്നു നൽകി നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. വിശ്വസിച്ച് നമ്മൾ രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആ രക്ഷയെക്കുറിച്ച് എന്താ പറയുന്നത്? ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. പ്രൈസലോ. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്ന് അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം തന്നതാ. പ്രൈസലോ. പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസലോ. എൻ്റെ ശക്തി, ആമേ, പ്രൈസലോ. അവിടെ കൃപ എന്നാ? പ്രൈസലോ. അവിടെ പകലപ്പെട്ട ശക്തിയാ. പ്രൈസലോ. ബലഹീനതയുടെ നടുവിൽ വെളിപ്പെട്ട ശക്തിയാ. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം എന്നിലും നിങ്ങളിലും പകരപ്പെട്ടിരിക്കുന്ന ജീവൻ സമൃദ്ധമായ ജീവനാണ്. പ്രൈസലോ. അത് നമ്മൾ തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ സാഹചര്യങ്ങൾക്ക് അതീതമായിട്ട് ദൈവത്തിന്റെ സന്നിധി സന്തോഷിക്കുക നമുക്കിടവരുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ശത്രു വന്ന് അപഹരിച്ചത് നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെയാണ്. പ്രൈസലോ. ഇന്ന് പകൽക്കാലം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു, ജീവൻ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൈസലോ. ഹൃദയത്തിനകത്ത് സന്തോഷമുള്ള എത്ര പേരുണ്ട്? സമാധാനം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസലോ. ആമേൻ. അത് കാഴ്ചയാലാണോ? വിശ്വാസത്താലാ. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസലോ. ശത്രുവിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസലോ. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ പതറിപ്പോകാത്ത എത്ര പേരുണ്ട്? പ്രൈസലോ. സമൃദ്ധമായ ജീവൻ എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്? ഈ എല്ലാ മേഖലകളിലും ജയം പ്രാപിക്കുവാൻ വേണ്ടിയാണെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തും. നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം, നമ്മളിൽ സമൃദ്ധമായ ജീവനുണ്ടോ? സമൃദ്ധമായ ജീവനുണ്ടെങ്കിൽ ശത്രുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ശത്രുവിനോട് ക്ഷമിക്കും. സമൃദ്ധമായ ജീവനുണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കും. സമൃദ്ധമായ ജീവനുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകും. പ്രൈസലോ. ആമേ. പ്രൈസലോ. എല്ലാം ശരിയായതുകൊണ്ടല്ല, കഷ്ടതയുണ്ട്. കഷ്ടതകളുടെ നടുവിലോ മഹാദാരിദ്ര്യത്തിന്റെ നടുവിലോ ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവകൃപ അനുഭവിച്ച് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, ആമേ, പ്രൈസലോ, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആശയം? ആമേ. കുറച്ച് സമാധാനമല്ല, നമ്മുടെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം.
ഹൃദയങ്ങളെ നിലവുകളെ കാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുവെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന ജീവൻ അത് സമൃദ്ധമായ ജീവനാണ്. അത് എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലോ, എല്ലാ വിചാരങ്ങളുടെ നടുവിലോ, എല്ലാ ഭാരങ്ങളുടെ നടുവിലോ നമ്മളെ ബലപ്പെടുത്തുന്നതാ, ശക്തീകരിക്കുന്നതാ, നമ്മളെ ഉറപ്പിക്കുന്നതാണെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ്. സമൃദ്ധമായ ജീവൻ ഉണ്ടെങ്കിലേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. ഫലം പ്രൈസ് വ്യാഖ്യാനിക്കുന്നില്ല, ഫലം പുറപ്പെടുവിക്കും. ആമേൻ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്. ആമേൻ. ഹല്ലേലൂയ. എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിൽ, യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. സമൃദ്ധമായ ജീവൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി അനുഭവിക്കണം. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ആമേൻ, അത് നമ്മുടെ ജീവിതത്തെ എക്വിപ്പ് ചെയ്യും, ശക്തീകരിക്കും എന്ന് മാത്രമല്ല, നമ്മളിലൂടെ അത് അനേകരെ ശക്തീകരിക്കുക ഇടവരുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ. ആമേൻ. എന്താ ആത്മനിറവെന്നറിയാമോ? പ്രൈസലോ. ആത്മനിറവ് സംഭവിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ നിന്ന് ആ വെള്ളം കവിഞ്ഞ് ആമേൻ ഒഴുകും. പ്രൈസ്. നിങ്ങൾ ഫൗണ്ടൻ കണ്ടിട്ടുണ്ടല്ലോ. ഫൗണ്ടൻ ആമേൻ ഓണായി കഴിഞ്ഞാൽ പിന്നെ ആ ഫൗണ്ടൻ്റെ ആ ആമേൻ മിഡിൽ ആമേൻ ദണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. വെള്ളം ഇങ്ങനെ കവർ ചെയ്യും. പ്രൈസലോ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആത്മനിറവ് കടന്നു വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അത് സമാധാനവും അത് സന്തോഷവും ആത്മശക്തിയും ഒക്കെ പകർന്നു നൽകി, ഹല്ലേലൂയ, നമ്മളെ കവർ ചെയ്യും. പ്രൈസലോ. ആമേൻ. എന്നിട്ട് വചനം പറയുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, ആമേ, പ്രൈസലോ, ആത്മജലത്തിൻ്റെ നദികൾ ഒഴുകും. അത് വിശ്വസിക്കുന്നവർ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ വെള്ളം 1000 ആമേൻ മുഴം അളന്നപ്പോ അത് നരിയാണിയോളം, അത് മുട്ടോളം, അത് അരയോളം നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദി. പ്രൈസലോ. ദൈവമക്കളെ ശ്രദ്ധിക്കണം, അവിടം കൊണ്ട് അത് തീരുന്നില്ല. എന്നെ നിറയ്ക്കും, എന്നെ ശക്തീകരിക്കും എന്ന് മാത്രമല്ല, ഈ നദി മുമ്പോട്ട് ഒഴുകുമ്പോൾ പഥ്യമാകാത്തത് പഥ്യമാകുകയാ. പ്രൈസലോ. ആമേ. ചലിക്കുന്ന പ്രാണികൾ അതിനകത്തുണ്ടാകുകയാ. പ്രൈസലോ. അതിനകത്ത് മത്സ്യങ്ങൾ ഉണ്ടാകുകയാ. അതിനകത്ത് മീൻപിടുത്തക്കാർ കരകളിൽ നിന്നുകൊണ്ട് ആമേൻ അവർ മീൻ പിടിക്കുകയാ. പ്രൈസലോ. വചനം മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത് അത് എന്നെയും നിങ്ങളെയും മാത്രം ശക്തീകരിക്കുന്നതല്ല, അത് വിശ്വസിക്കുന്നവരുടെ അകത്തളങ്ങളിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുകും. പ്രൈസലോ. അത് ദേശത്തേക്ക് ഒഴുകും. പ്രൈസലോ. അത് പഥ്യമാകാത്ത മേഖലകളെ പഥ്യമാക്കും. അത് ആത്മാക്കളെ ജനിപ്പിക്കും. പ്രൈസലോ. അത് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. എത്ര പേർക്ക് ഇതൂത് മനസ്സിലാകുന്നു? ദൈവമക്കളെ, ജീവൻ നമുക്ക് തന്നിട്ടുണ്ട്. ജീവൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക. പ്രൈസലോ. സമൃദ്ധമായ ജീവൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക മാത്രമല്ല, ആമേ, പ്രൈസലോ, ഏത് സാഹചര്യങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കും, നമ്മൾ ദൈവത്തിന് ആരാധന കൊടുക്കും. പ്രൈസലോ. അവിടം കൊണ്ട് തീരുന്നില്ല. ജീവൻ സമൃദ്ധമായി നമ്മളിലേക്ക് വെളിപ്പെടുമ്പോ ആ ജീവൻ നമ്മളായിരിക്കുന്ന കുടുംബത്തിനകത്ത് വെളിപ്പെടും, സഭയ്ക്കകത്ത് വെളിപ്പെടും, അത് ദേശത്തിന്റെ നടുവിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അത് ആത്മാക്കളുടെ വിടുതലിന് കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. ആമേൻ. ഇന്ന് പകൽക്കാലം കരങ്ങൾ ഉയർത്തി എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ്. യുവമക്കളെ, സമയം കഴിയുന്നുവല്ലോ. കണ്ണുകളടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ആമേ, പ്രൈസലോ. സമൂഹത്തോടുള്ള ബന്ധത്തിങ്കിൽ സുവിശേഷം പറയുക മാത്രമല്ല, ആമേ, പ്രൈസലോ, അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരു നല്ല ശമര്യക്കാരനെ പോലെ അവൻ്റെ മുറിവുകൾ കെട്ടണമെങ്കിൽ, പ്രൈസലോ, എണ്ണ പൂശി, ആമേ, പ്രൈസലോ, അവന് വേണ്ടി ചെലവിടണമെങ്കിൽ, അവന് വേണ്ടി സമയം കൊടുക്കണമെങ്കിൽ നമ്മളിൽ സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ശിമോൻ പത്രോസിന്റെ പടകിനകത്ത് ശൂന്യതയായിരുന്നു. യേശു കർത്താവ് പടകിൽ വന്നപ്പോ ആമേ ശൂന്യത മാറി എന്ന് മാത്രമല്ല, അടുത്ത പടകിലുള്ളവരെ കൂടെ വിളിക്കുന്നു,
അതും കൂടെ നിറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധമായ ജീവന്റെ അനുഭവം എന്താണെന്ന് അറിയാമോ? അത് എന്നെ നിറയ്ക്കും, എന്നെ ബലപ്പെടുത്തും, എന്നെ ശക്തീകരിക്കും എന്ന് മാത്രമല്ല, എന്നിലൂടെ അടുത്ത പടകിലുള്ളതിനെയും കൂടെ നിറയ്ക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളിൽ വ്യാപരിക്കുന്ന ജീവൻ, ഹല്ലേലൂയ, റീഖവന ശംദന രാജസിയാദന അംദുനാ റിഗദരഗ ജാരസിയാദന, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളാരും വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളായി തീരരുത്. ഹല്ലേലൂയ. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ചലിക്കുവാൻ കഴിയണം, നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം, നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയണം. ആമേൻ. ദൈവത്തിന്റെ നാമത്തെ നമുക്ക് ഉയർത്തുവാൻ കഴിയണം, നമുക്ക് അനേകർക്ക് ആശ്വാസമായി വിടുതലായി ആമേൻ നിലനിൽക്കുവാൻ ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ സമൃദ്ധമായ ജീവൻ ഒന്ന് തിരിച്ചറിയുക. ആമേൻ. ഞാൻ ആത്മാവിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് ഈ തിരിച്ചറിവ് പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ അനുഭവങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല. ഇന്നലകളിൽ നമ്മൾ കർത്താവിനെ അറിയാതെ ജീവിച്ചപ്പോൾ അസമാധാനം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമില്ലാത്ത അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കർത്താവിനെ അറിഞ്ഞിട്ടും ഈ അസമാധാനത്തിൽ, സന്തോഷമില്ലാത്ത അനുഭവത്തിലുമാണോ ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സമൃദ്ധമായ ജീവൻ, ഹല്ലേലൂയ, ആമേൻ എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല കഷ്ടതയില്ലെന്ന്. കഷ്ടതയുടെ ദാരിദ്ര്യം ജീവിതത്തിനകത്ത് കടന്നു വന്നാലും ദൈവത്തിന്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ആ കഷ്ടതകളെ അതിജീവിച്ച് അനേകർക്ക് ഔദാര്യം കാണിക്കുന്ന, അനേകർക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്ന അനുഭവത്തെ ദൈവത്തിന്റെ വചനം വരച്ചു കാണിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലായിരുന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചൊന്ന് പറയാൻ പറ്റുമോ? എന്റെ ദൈവത്തിന്റെ കൃപ എനിക്ക് മതി, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി എനിക്ക് മതി, ഹല്ലേലൂയ. അത് വിശ്വസിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം ഇടവരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും ഈ സമൃദ്ധമായ ജീവൻ നമുക്ക് ഇനി കൊണ്ട് തരണ്ട, അകത്ത് ജീവനുണ്ട്. സ്തോത്രം. വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം. വിശ്വസിച്ചാൽ ഇത് നമ്മളെ നിറയ്ക്കും. വിശ്വസിച്ചാൽ ഇത് നമ്മളിലൂടെ അനേകരെ നിറയ്ക്കും.